മറച്ചു പിടിച്ചുകൊണ്ട് ഇന്ന് അത് മാറ്റി വെച്ചിരിക്കുകയാണ്. തൽക്കാലത്തേക്ക് ഇനി ആ ധാരണ തന്നെ നിലനിൽക്കുക. അപ്പൊ ഇതാണ് സത്യത്തിനെ മറച്ചു പിടിക്കുന്ന വൈകാരികവും വിശ്വാസ സംബന്ധവുമായ വിഷയങ്ങൾ കൊണ്ട് മറച്ചു പിടിക്കുക. അതിനാണ് സത്യാനന്തര. അപ്പൊ സത്യം മരിച്ചു. സത്യം മറച്ചു പിടിക്കുമ്പോൾ സത്യം മരിച്ചു കഴിഞ്ഞു. ആ അനന്തര കാലത്താണ് നമ്മളിവിടെ കാണുന്ന ഓരോ വിഷയത്തിനെയും മാറ്റി വെച്ചുകൊണ്ട് സമ്മത നിർമ്മിതിയിലൂടെ കൺസെപ്റ്റ് മാനുഫാക്ചറിങ്, നമ്മുടെ സമ്മതം കൊണ്ടാണ് നമ്മളെ കൊണ്ട് ഇതൊക്കെ തന്നെ ചെയ്യിപ്പിക്കുന്നത്. ഇതൊക്കെ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ തന്നെ സമ്മതം വാങ്ങിച്ചിട്ടാണ്. അല്ലാതെ ഗവൺമെന്റ്, സാറ് പറഞ്ഞതുപോലെ ഗവൺമെന്റ് എല്ലാ കാര്യത്തിനും സന്തോഷമാണ്, കുഴപ്പമൊന്നുമില്ല. കേന്ദ്ര ഗവൺമെന്റ് ആയാലും ഏത് ഗവൺമെന്റ് ആയാലും ജനാധിപത്യ അത് സർക്കാരിന്റെ നിയമങ്ങൾക്ക് താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി എന്തൊരാവശ്യം വന്നാലും അത് വിരോധമില്ല, നമുക്ക് ഇവിടെ ചെയ്യാം. പക്ഷെ അതിനെ മറികടക്കുന്നതിന് വേണ്ടി പുതിയ അതിനെ എതിർക്കുന്ന സൃഷ്ടികളെ അല്ലെങ്കിൽ സംഘടനകളെ അല്ലെങ്കിൽ സംഘങ്ങളെ സൃഷ്ടിക്കുകയും അതിനെ മറികടക്കുകയും ഈ പുതിയ ആശയങ്ങളെ അല്ലെങ്കിൽ സർക്കാരിന്റെ താല്പര്യങ്ങളെ നടപ്പിലാക്കുന്നതിന് വേണ്ടി നിർമ്മിച്ചെടുക്കുന്ന കൺസെപ്റ്റ് മാനുഫാക്ചറിങ് എന്ന് പറയുന്ന സോഷ്യൽ എഞ്ചിനീയറിംഗ് ആണ് കുറെ വർഷങ്ങളായിട്ട് നമ്മളിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന്റെ വേദനയാണ് ഈ സൃഷ്ടി. ഇതിലിപ്പോ സാധാരണ നിലയ്ക്ക് ഈ പറഞ്ഞ ഒരു പുസ്തകം വായിക്കുമ്പോൾ ഞാൻ സംസാരിക്കുന്നതിന് മുമ്പ് ഇത്രയധികം കുറിപ്പുകളുടെ ഒന്നും ആവശ്യമില്ല. പക്ഷെ ഇത് കുറിപ്പുകൾ ഇല്ലാതെ സംസാരിക്കാൻ പറ്റില്ല. കഥകളല്ലോ, കുറച്ച് വാക്കുകൾ മാത്രം ഞാൻ പറയാം. നീതി എക്കാലത്തും സമൂഹത്തിന് പുറത്തായിരുന്നു. ചിന്തകളിൽ, ഭാവനകളിൽ നീതി മനസ്സിലാക്കപ്പെടുന്ന, അതിന് അനീതി നടപ്പിലാക്കപ്പെടുന്നു. അളവുകൾ നിയമങ്ങളാണ്. എല്ലാ അളവുകളും നിയമങ്ങളാണ്, നിയന്ത്രണങ്ങളാണ്. സ്വാതന്ത്ര്യത്തിന് കൂച്ചുവിലങ്ങിട്ട ചങ്ങലകൾ.